ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 12-13 വാക്യങ്ങൾ. മത്തായി 18-ന്റെ 12-13 വാക്യങ്ങൾ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു മനുഷ്യന് 100 ആടുണ്ട് എന്നിരിക്കട്ടെ. അവയിൽ ഒന്ന് തെറ്റി ഉഴന്നുപോയാൽ 99നെയും വിട്ടേച്ച് തെറ്റിപ്പോയതിനെ മലകളിൽ ചെന്ന് തിരയുന്നില്ലയോ? അതിനെ കണ്ടെത്തിയാൽ തെറ്റിപ്പോകാത്ത 99-ലും അധികം അതിനെക്കുറിച്ച് സന്തോഷിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. തുടർന്ന് കർത്താവ് പറയുന്ന ഒരു ഉപമയാണിത്. അതായത് ഏറ്റവും ചെറിയവരെയും ചേർത്ത് നിർത്തണം എന്ന കർത്താവിൻ്റെ ഉപദേശത്തിന് ശേഷമാണ് ഇത് പറയുന്നത്. അത് നഷ്ടപ്പെട്ട നിലയിൽ മാത്രമല്ല, ഉഴന്ന നിലയിലുമാണ്. തെറ്റിപ്പോകാത്ത 99നെയും വിട്ടിട്ട് ഇടയൻ കാണാതെ പോയതിനെ തിരയുന്നു. അതിനെ കണ്ടു കിട്ടുമ്പോൾ തെറ്റിപ്പോകാത്ത 99നേക്കാൾ അധികമായി ഇടയൻ സന്തോഷിക്കുന്നു. കാണാതെ പോയ ആട് ആരാണ്? 99 ആരാണ്? വിശുദ്ധ ലൂക്കോസ് 15-ാം അധ്യായത്തിലാണ് നമ്മൾ 1 മുതലുള്ള വാക്യങ്ങളിൽ ഇത് വായിക്കുന്നത്. 99 പേർ മാനസാന്തരം ആവശ്യമില്ലാത്തവരാണ്. അവരെ മരുഭൂമിയിലിട്ടിരിക്കുന്നു. കാണാതെ പോയ ആട് അനുതപിക്കുന്ന പാപിയാണ്. തൻ്റെ പ്രഭാഷണം കേട്ട ആളുകളിൽ ഒരു പങ്ക് പരീശന്മാരും ശാസ്ത്രിമാരുമാണ്. മറ്റൊരു ഭാഗം ചുങ്കക്കാരും പാപികളുമാണ്. ഈ 2 കൂട്ടരെയും കർത്താവ് അവരുടെ കണക്കുകൂട്ടലനുസരിച്ച് കണക്കിലെടുക്കുന്നു. ഒന്നാമത്തെ കൂട്ടർ തങ്ങൾക്ക് മാനസാന്തരം ആവശ്യമില്ലെന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. രണ്ടാമത്തെ കൂട്ടർ തങ്ങൾ പാപികളാണ് എന്ന ബോധ്യമുള്ളവരാണ്. അപ്പോൾ ഒന്നാമത്തെ കൂട്ടർ 99നെ പ്രതിനിധാനം ചെയ്യുന്നു. അവർക്ക് മാനസാന്തരം ആവശ്യമില്ലെന്നാണ് അവരുടെ വിചാരം. രണ്ടാമത്തേത് തങ്ങളുടെ പാപാവസ്ഥയെക്കുറിച്ച് അനുതപിക്കുന്ന ആളുകൾ. യേശു പറഞ്ഞ ഉപമകളിൽ ഏറ്റവും ലളിതമായത് ഇതാണ്. കാണാതെ പോയ ആടിൻ്റെയും തിരയുന്ന ഇടയൻ്റെയും കഥ. യഹൂദയിൽ ഇത് സാധാരണമാണ്. മേച്ചിൽ സ്ഥലങ്ങൾ പർവ്വത പ്രദേശത്തുള്ള മലയിടുക്കുകളിലായിരിക്കും. അത് കണ്ടെത്തുക എന്ന് പറയുന്നതും കുറച്ച് ദുർഘടമാണ്. അപ്പോൾ ദുർഘട സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ ഇറങ്ങാനും കയറാനും കഴിയാതെ വിഷമിക്കും. യേശുവിൻ്റെ കാലത്ത് ഒന്നിച്ച് മേഞ്ഞുകൊണ്ടിരുന്ന ആടുകൾ ഒരാളിൻ്റേത് മാത്രമായിരുന്നില്ല. ഒരു പക്ഷെങ്കിൽ ഒരു ദേശവാസികളുടെ ആടുകളെല്ലാം ആ കൂടെ ഉണ്ടാവാം. 2 or 3 ഇടയന്മാരുണ്ടായിരിക്കും. അതുകൊണ്ടാണ് 99നെയും വിട്ടിട്ട് പോകാൻ ഇടയന് കഴിയുന്നത്. അല്ലെങ്കിൽ ഒന്നിനെ തേടി പോയിട്ട് വരുമ്പോഴേക്കും ബാക്കിയുള്ളതിൽ പലതും പല വഴിക്ക് പോവും. കാണാതെ പോയതിനെ തേടി ഇടയൻ പുറപ്പെടുന്നു. ജീവനോട് കാണാതെ പോയതിനെ മടക്കി കൊണ്ടുവരാത്ത പക്ഷം അതിൻ്റെ തോലോ അസ്ഥികളോ കൊണ്ടുവന്ന് അതിൻ്റെ മരണവിധം തെളിയിക്കേണ്ടത് ഇടയൻ ആവശ്യമായിരുന്നു. വൈകുന്നേരം ബാക്കി ആടുകളുമായി ഇടയന്മാർ ആലയിലെത്തുമ്പോൾ ഒരാടിനെ കാണാതെ പോയെന്നും അതിനെ തിരക്കി ഒരിടയൻ മലയിൽ ചുറ്റിത്തിരികയാണെന്നും ഒക്കെ പറയുമായിരുന്നു. അപ്പോൾ ഈ ഇടയൻ്റെ മടങ്ങിവരവിനെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്ന ഗ്രാമീണർ തൻ്റെ ചുമലിൽ ആടുമായി വരുന്നത് കാണുന്നതിൽ വളരെയധികം സന്തോഷിക്കുന്നു. എല്ലാവരും അവൻ്റെ ചുറ്റുപാടും കൂടിയിട്ട് ആടിനെ കണ്ടുകിട്ടിയതിൻ്റെ വർണ്ണന കേട്ട് സന്തോഷിക്കും. ഈ ഉപമയിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെ കർത്താവ് ചിത്രീകരിക്കുകയാണ്. അപ്പോൾ ദൈവസ്നേഹം എന്ന് പറയുന്നത് വ്യക്തിപരമായതാണ്. 99ൽ തൃപ്തി അടയുന്നവനല്ല നമ്മുടെ ഇടയനായ ദൈവം. അനേകം മക്കളുടെ മാതാപിതാക്കൾ ഒരു മകനെ ഉപേക്ഷിക്കാൻ ഒരിക്കലും തയ്യാറല്ലല്ലോ. ഒടുവിലത്തെ വഴിതെറ്റിയ ഒരുവനെ ഭവനത്തിലെത്തിക്കുവോളം വിശ്രമിക്കാത്തവനാണ് നമ്മുടെ രക്ഷകൻ. രണ്ടാമത്, ദൈവസ്നേഹം വളരെ ക്ഷമയുള്ളതാണ്. അത് ഏതറ്റം വരെയും ക്ഷമിക്കാനും ചേർത്ത് നിർത്താനും ശ്രമിക്കുന്നു. 3, ദിവ്യസ്നേഹം തിരഞ്ഞു ചെല്ലുന്ന സ്നേഹമാണ്. എവിടെയായാലും അവിടേക്ക് തേടിയെത്തുന്ന സ്നേഹമാണ്. മറ്റൊന്ന്, ദൈവസ്നേഹം സന്തോഷിക്കുന്ന സ്നേഹമാണ്. തിരികെ ലഭിച്ചതിൻ്റെ സന്തോഷം പങ്കിടുന്ന ആ വലിയ സ്വർഗീയ സന്തോഷമാണ് ദൈവത്തിൻ്റെ സ്നേഹം.
അവസാനമായി ദൈവസ്നേഹം സംരക്ഷണം തരുന്നതാണ്. ഈ സ്നേഹം മാത്രം തിരഞ്ഞു രക്ഷിക്കുന്നു. നമുക്ക് ദോഷം ചെയ്യുന്ന ചില സ്നേഹം കാണാം. നമ്മളെ സാന്ത്വനപ്പെടുത്തുന്ന സ്നേഹം കാണാനിടയുണ്ട്. നമ്മെ സംരക്ഷിക്കുന്ന ദൈവസ്നേഹം മറ്റുള്ളവരുടെ സേവനത്തിനും പര്യാപ്തമായതും അലഞ്ഞ് വഴിതെറ്റിപ്പോയവനെ ജ്ഞാനിയാക്കുന്നതും ബലഹീനനെ ശക്തനാക്കുന്നതും പാപിയെ വിശുദ്ധനാക്കുന്നതും ഒക്കെ ഈ സ്നേഹ സംരക്ഷണത്തിലുണ്ട്. നമ്മെയും ദൈവം അതിനോട് ചേർത്ത് നിർത്തിയതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ പകൽക്കാലം ആ സ്നേഹ വലയത്തിലായിരിക്കാൻ കർത്താവ് നമ്മളെ ഇടയാക്കട്ടെ. പ്രാർത്ഥിക്കാം. നല്ല ഇടയനായ വാഴ്ത്തപ്പെട്ട കർത്താവെ, മനോഹരമായ പുതിയ പ്രഭാതം നൽകിയതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ സ്നേഹവലയത്തിൽ പാപികളായ അടിയങ്ങളെ, അയോഗ്യരായ ഞങ്ങളെ ഇത്രത്തോളം ആഴമായി സ്നേഹിക്കുന്നതോർത്ത് ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണല്ലോ കർത്താവെ. അത് തിരിച്ചറിയാനും സഹനതയോടും പക്വമായും സ്നേഹബന്ധത്തിൽ അധിഷ്ഠിതമായി ജീവിപ്പാൻ ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ അടിയങ്ങളെല്ലാവരെയും സഹായിക്കണമെന്ന് യേശുമശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. നല്ല ഇടയനായ കർത്താവിൻ്റെ സ്നേഹവും പരിചരണവും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.